Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പണ്ടത്തെ കാലത്ത് അമ്മമാര് വീട്ടിൽ നിൽക്കുന്ന അമ്മമാരായിരിക്കും മോസ്റ്റ്ലി, അച്ഛന്മാരായിരിക്കും മാർക്കറ്റ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു വീട് നോക്കുന്നത് അമ്മയും അച്ഛനും ഒരുമിച്ച് തന്നെയാണ് വീട് നോക്കുന്നത്, കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ കേസ് വരുമ്പോൾ അത് ഈക്വലി തന്നെ ഷെയർ ചെയ്യണം. അല്ലാതെ അത് മാത്രം അമ്മയിലോട്ട് കൂടുതൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പുള്ളിക്ക് എന്നെ അറിയത്തില്ല, പുള്ളിയുടെ അമ്മയ്ക്ക് ചിലപ്പോൾ എന്നെ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഗ്രീഷ്മ അറിയില്ല, ഗ്രീഷ്മ പ്രശ്നം അറിയില്ല. അക്കി പറയും വേണ്ട അതിനെപ്പറ്റി സംസാരിക്കണ്ട. പക്ഷെ ഇല്ല, സംസാരിച്ചിട്ട് പോയാൽ മതി. ഞാൻ അങ്ങനെയാണ്. എനിക്കത് ഒരു വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പോയിന്റ്സ് ക്ലാരിഫൈ ചെയ്യണം. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നും വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇപ്പം ഞങ്ങളുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്. വേറെ പെൺകുട്ടികളൊക്കെ എനിക്ക് ഓക്കെ പറയുമായിരിക്കും, ഗവൺമെൻറ് ജോലിക്കാർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഞാൻ മിസ് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ്. വേറെ കരിയറിലോട്ടൊന്നും പോണ്ട, ഫിലിമിൽ തന്നെ ഗൾഫിലെ ജോലി. ഗൾഫിൽ ആരാ നിങ്ങൾക്ക്? ഗ്രീഷ്മ ഇങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് ഗ്രീഷ്മ കുറേ പെൺകുട്ടികൾക്ക് അവർക്കുണ്ടാക്കുന്ന ഒരു സ്പേസും കൂടിയാണ് ഗ്രീഷ്മ. കാരണം എനിക്കറിയാം, എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടായി, ഞാൻ അതിനെക്കുറിച്ചൊരു യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ആദ്യത്തെ മോളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ സിവിയർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്തത്. പക്ഷെ അന്ന് അതൊരു പോസ്റ്റ്മോർട്ടം ആണെന്നോ ഡിപ്രഷനാണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് മണിക്കൂറോളം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇമോഷണലി നമ്പായിട്ടിരിക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. എൻ്റെ അമ്മയ്ക്കൊന്നും ഈ ഒരു ടൈം അറിയില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എൻ്റെ അമ്മയ്ക്കും അറിയില്ല. അന്നൊക്കെ കൂട്ടുകുടുംബങ്ങളും കൂടിയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ഈ ഒരു ഫേസിൽ കൂടെ കടന്ന് പോയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു അനിയനുണ്ടായിരുന്നു. ആള് സർവൈവ് ചെയ്തില്ല. ഒരു 1 month കഴിഞ്ഞപ്പോൾ മരിച്ചു പോയതാണ്. ആ സമയത്ത് അമ്മ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്. കുട്ടി മരിച്ചു പോയതിൻ്റെ ആ ഒരു വിഷമം. പിന്നെ അമ്മയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അത്ര സപ്പോർട്ടീവ് ഒന്നുമില്ല. കരഞ്ഞാലൊക്കെ വഴക്ക് പറയുന്നൊരു അങ്ങനത്തെ ഒക്കെ ഒരു നേച്ചറാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഇതായിരുന്നു അതെന്ന്, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കന്നത് മനസ്സിലായില്ല. എനിക്കറിയാം ഈ വീഡിയോ പോയി കഴിയുമ്പോൾ എത്ര DMs ആണ്, എത്ര കോമൻസ് ആണ് വരാൻ പോകുന്നത് ഫ്രം ഗേൾസ് ഹു ആർ ഗോയിങ് ത്രൂ സിമിലർ ഫേസസ്. എസ്പെഷ്യലി ഗൾഫിലും അവിടെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറേ അമ്മമാർ, അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് അവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ബട്ട് ഐ നോ ദാറ്റ് ദിസ് ഫേസ് വിൽ ഓൾസോ കം ടു എ പാസ്. വേറെ പുതിയ പ്രശ്നങ്ങളുമായിട്ട് മുട്ടിലഴിഞ്ഞ് പിന്നെ നടന്നൊക്കെ പുതിയ പ്രശ്നങ്ങൾ വരും. ഞാൻ പറയണേ, ഞാൻ ഇരട്ടകളാണ് എനിക്ക് രണ്ടാമത് ഉണ്ടായത് പറഞ്ഞപ്പോൾ ഗ്രീഷ്മയുടെ ഒരു എക്സ്പ്രഷൻ അതാ ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു സൈഡിൽ നമ്മളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മദർഹുഡ്. പക്ഷെ മറ്റൊരു സൈഡില് നമ്മുടെ ലൈഫിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ്സും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലോസ് ആൻഡ് ഗെയിൻ. ഒരു ഐഡന്റിറ്റി ലോസ് വലുതായിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല സമൂഹത്തിൽ. പിന്നെ വെച്ചാൽ എല്ലാത്തിനും അമ്മമാരെയാണ് ബ്ലെയിം ചെയ്യുക. അതെ, കുട്ടിക്ക് എന്ത് വന്നാലും അമ്മമാരെയാണ് ബ്ലെയിം ചെയ്യുക. ഞാനല്ല കേട്ടോ. അല്ല അക്കല്ല ഞാൻ പറയുന്നത്, ഞാൻ സൊസൈറ്റീനെയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ഇപ്പൊ കുഞ്ഞിനൊരു അസുഖം വന്നാൽ അമ്മയാണ് ബ്ലെയിം ചെയ്യുക. കുഞ്ഞായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് വന്നാലും അമ്മയ്ക്കിട്ടാ കിട്ടുക. അച്ഛന്മാരെ സേഫാണ് എപ്പോഴും. അപ്പോൾ ആ ഒരു പ്രഷറും ഉണ്ട് നമുക്ക്. അല്ല, ഈ ബേബിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഇല്ലാണ്ട് നോക്കേണ്ടത് ഞാനാണ്. അതായത് ഞാനൊരു റീല് ഈ അടുത്ത് കണ്ടതാണ്, ഒരു ഫിലിമിൽ എന്തോ ഡയലോഗാണ്. അതായത് നമ്മളാണ് ഡിഫോൾട്ട് പാരന്റ്, ഇവർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്, സപ്പോർട്ടാണ്. അതെ, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഇവര്, നമ്മളാണ് ഷെയർ അല്ല. അല്ല, ഇപ്പോഴും ആ പാരന്റിങ്ങിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്ന കോൺസെപ്റ്റ് അല്ല, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ സപ്പോർട്ടിങ് റോളാണ് ഹസ്ബൻഡ്. അത് മാത്രം ഇവരിങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യും, അച്ഛന്മാരുടെ ചെയ്താൽ ഭയങ്കര സംഭവമായിട്ട് പറയും. ഇപ്പൊ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്താൽ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നു, അത് ഭയങ്കര സംഭവമായിട്ട് പറയും. പക്ഷെ നമ്മൾ ചെയ്യുന്നതിനൊന്നും അത് നമ്മുടെ കടമയാണ്, നമ്മുടെ അമ്മയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അച്ഛന്മാർ ചെയ്താലും അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കുട്ടിയാണ്, നമ്മൾ രണ്ടുപേരും ഈക്വലി ചെയ്യേണ്ടതാണ്. എൻ്റെ ഷോയിൽ ആരോ വന്നപ്പോൾ ഗസ്റ്റ് ആയിരുന്നു, എനിക്കൊന്ന് ഓൺ റെക്കോർഡല്ല ഓഫ് ക്യാമറ പറഞ്ഞ കാര്യമാണ്. പേരൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അമ്മ ഒരു പക്ഷേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു സമയം വരെ, അല്ലെങ്കിൽ അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് കുഞ്ഞിൻ്റെ ഫുഡ് സോഴ്സ്
ഉള്ള സമയം വരെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കൊരു 80% റോളുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈമറി കെയർ ഗിവിങ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അമ്മയ്ക്കും കൊടുക്കാം, അച്ഛനും കൊടുക്കാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അങ്ങനെ അവർ പറഞ്ഞിരുന്നു. ആൻഡ് ഷീ ഈസ് എ വെരി വെരി സക്സസ്ഫുൾ പേഴ്സൺ ഇൻ സം സൊസൈറ്റി. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് സോ ട്രൂ. ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഈ കുട്ടി ഒരു 10 വയസ്സാവും വരെ അമ്മ തന്നെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് അമ്മ തന്നെ കുട്ടികളെ നോക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് അൺഫെയർ ആൻഡ് റിഡണ്ടന്റ് ഓൾസോ ഇപ്പോഴത്തെ സമൂഹത്തിൽ. കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ അമ്മമാർ, ഇപ്പം നമ്മളും വർക്ക് ചെയ്യുന്നവർ, ഇപ്പം പണ്ടത്തെ കാലത്ത് അമ്മമാർ വീട്ടിൽ നിൽക്കുന്ന അമ്മമാരായിരിക്കും മോസ്റ്റ്ലി, അച്ഛന്മാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരു വീട് നോക്കുന്നത് അമ്മയും അച്ഛനും ഒരുമിച്ച് തന്നെയാണ് വീട് നോക്കുന്നത്, കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ കേസ് വരുമ്പോൾ അത് ഈക്വലി തന്നെ ഷെയർ ചെയ്യണം. അല്ലാതെ അത് മാത്രം അമ്മയിലോട്ട് കൂടുതൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ എത്ര നാൾ ഫ്രണ്ട്സ് ആയിരുന്നു ശരിക്കും? ഫ്രണ്ട്സ് ആയിരുന്നു, 1 ഇയറോളം ഫ്രണ്ട്സ് ആയിരുന്നു. 1 ഇയർ 1.5 ഇയർ. അപ്പോൾ ഈ ഫ്രണ്ട്സ് സോണിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ ഒരു ഇഷ്ടം വരുവാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ, അത് പറയാൻ ഭയങ്കര പ്രയാസമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. വാസ് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട് ടെലിങ് ഹർ ദാറ്റ് യു ലൈക്ക് ഹർ? ഞാൻ ഫസ്റ്റ് പ്രപ്പോസൽ ഒന്നും അതിനെ പറയാൻ പറ്റില്ല. ഇവക്ക് വീട്ടിലൊരു കല്യാണ ആലോചന നടന്നു. അപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ എന്താ ഈ വീഡിയോ മേക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ആവുമെന്ന് പേടിച്ചിട്ട് ഇവൾ പലതും ഒഴിവാക്കി വിടുമായിരുന്നു. എൻ്റെ അടുത്ത് എല്ലാം ഷെയറും ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ഇവളെ ആ പുള്ളിക്കാരനെ അറിയത്തില്ലായിരുന്നു, ആണെന്നും അറിയത്തില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ, അതായത് 2022 എന്തൊക്കെയോ ആണ് നടക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ അത്ര വലിയ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ലേബലിലൊന്നും അല്ല. എനിക്ക് 50K സംതിങ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആ സമയത്ത്. പക്ഷേ എന്നാലും നമ്മളെ വീഡിയോസ് നമ്മൾ തീരെ അറിയാത്ത ഒരാൾ വരുമ്പോൾ നമുക്കത് കാരണം ഇപ്പം പാരൻസ് നോക്കുമ്പോൾ അവരൊരു വെൽ സെറ്റിൽഡ് ആയിട്ട് ഒരാളെ നോക്കും, ഒരു വൈറ്റ് കോളർ ജോബ് ഉള്ള ഒരാളെ നോക്കും. പക്ഷേ ഞാനതല്ല നോക്കുന്നത്. എന്നെ അറിയുന്ന ഒരാൾ, എനിക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്. ആ സമയത്ത് ഞാൻ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു, സിവിൽ എഞ്ചിനീയറും ആയിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട്. അപ്പം അതും കൂടെ ചിലപ്പോൾ അത് അറിയുന്നത് പലർക്കും അതത്ര ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം അവരായിട്ട് അറിഞ്ഞ് വന്നാലും നമുക്കത് കുഴപ്പമില്ല. അല്ലാണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി പറഞ്ഞോളൂ. അല്ല, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവളിത് എന്നെ വിളിച്ച് പറഞ്ഞു, പുള്ളിക്ക് എന്നെ അറിയത്തില്ല, പുള്ളിയുടെ അമ്മയ്ക്ക് ചിലപ്പോൾ എന്നെ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഭീഷ്മ അറിയില്ല, ഭീഷ്മ ബസ്സിനെ അറിയില്ല. ഇങ്ങനെ ഞാൻ അവളെ എന്താ പറഞ്ഞ് തിരിപ്പിക്കുക എന്നുള്ളത് ഫസ്റ്റ് എൻ്റെ മൈൻഡ്. പിന്നെ രണ്ടാമത്തത് എൻ്റെ ഒരു ഇത് പറയണമല്ലോ. പിന്നെ ഇവൾ അങ്ങനെ പോയപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറയാൻ തുടങ്ങി. കോണ്ടാക്റ്റ് ഒക്കെ കുറച്ച് എവളും ഗ്യാപ്പിട്ടു, ഞാനും ഗ്യാപ്പിട്ടു വന്നു തുടങ്ങിയപ്പോൾ. അപ്പോൾ അത് എന്തോ എനിക്ക് ഡെയിലി അവളെ വിളിച്ചിട്ട് അന്നത്തെ എൻ്റെ ഒരു ഡയറി പോലെ എങ്ങനെ പറഞ്ഞിട്ടിരിക്കണം, അവളും തിരിച്ചതുപോലെ പറയും. അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ വിഷമമായി. പക്ഷെ എനിക്കങ്ങനെ ഒരു ലവ് അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അത് മേ ബി എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇദ്ദേഹം മാത്രമായിരുന്നു എൻ്റെ ഒരു ഇപ്പം ഈ ഒരു വീഡിയോ ക്രിയേഷൻ ആ ഒരു പരിപാടിയിലോട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത് ഇദ്ദേഹം മാത്രമാണ്. അപ്പം എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരു ലവ് ആണോ, അങ്ങനെ ഒരു പ്രണയം, ആ ഒരു കൈൻഡ് ഓഫ് ലവ് ആണോ എന്നുള്ളത് എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വൺസ് ഇപ്പം ഇങ്ങനത്തെ പ്രൊപ്പോസലുകൾ വരുന്നത് കൂടി തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനാണ് തോന്നി എന്തിനാ ചുമ്മാ കഷ്ടപ്പെടുന്നത്, നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചു, ഡയറക്റ്റായിട്ട് അങ്ങനെ ചോദിച്ചു. അല്ലാണ്ട് അങ്ങനെ ഐ ലവ് യു അങ്ങനത്തെ പരിപാടി ഒന്നും നമുക്കിടയിൽ. ഞാൻ പറഞ്ഞു, നീ വേറെ റൊമാൻറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തു. അല്ല, ഫ്രണ്ട്സ് അല്ലേ, ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞടാ, നീ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ മിസ് ചെയ്യും, നിനക്കും അതുപോലെ തന്നെ ആയിരിക്കും. ചുമ്മാ എന്തിനാ നമ്മൾ കഷ്ടപ്പെടും, നമുക്ക് രണ്ടുപേരും കല്യാണം കഴിച്ചാൽ പോരെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ അപ്പം തന്നെ ഒരു ദിവസം പറഞ്ഞില്ല കേട്ടോ. ഞാൻ പിന്നെ മേ ബി ഒരു 1 or 2 വീക്സോ ഒക്കെ കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നു അത് ശരിയാവോ. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇദ്ദേഹവും സ്ട്രഗിൾ ചെയ്യുന്നൊരു. അല്ല, ഞാനിത് പറഞ്ഞതിന് ശേഷം എവള് പഴയ പോലെ സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പം എനിക്കിതിന് റിപ്ലൈയും കിട്ടിയിട്ടില്ല. എവള് പഴയ പോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ എനിക്കറിയായിരുന്നു. കാരണം ഒരു ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ അവരെ പരിചയപ്പെടുത്തിയാൽ എന്തായാലും ഒരു നോ ആയിരിക്കും ഞാൻ ഫസ്റ്റ് കേൾക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ റെഡി ആണോ എന്ന് അറിയണം. ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിച്ചു, ഇദ്ദേഹം ഇപ്പോൾ ഒരു ജോലിയൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്ന ഒരു
സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അതിനുള്ളൊരു ഇൻകം എനിക്ക് ഉണ്ടാവുമോ, അത് എനിക്ക് മേക്ക് ഷുവർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു മീൻസ് ആ ഒരു 2 weeks ടൈമിൽ ഞാൻ അതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിന്തിച്ചത് അതെ അതെ, ഒബ്വിയസ്ലി എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണിത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മനുഷ്യനാണിത്. ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ഫിനാൻഷ്യലി അതും കൂടെ നമ്മൾ നോക്കണം. അപ്പൊ ഫിലിം ഫീൽഡിനെ പറ്റി എന്താണെന്നുള്ളത്, കാരണം ഞാനിപ്പോ എന്റെ വീട്ടിൽ പറയുകയാണെന്ന് വെച്ചോ, ഫസ്റ്റ് വരാൻ പോകുന്ന ചോദ്യം അവന് ജോലി ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നതാണ്, അവന് ജോലി ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ എങ്ങനെ കുടുംബം ജീവിക്കും എന്നുള്ളത്. നമ്മൾ കല്യാണം കഴിച്ച് ഇതുവരെ എനിക്കൊരു സൈഡിൽ നിന്ന് ഇൻകം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇൻകം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവളെ എൻ്റെ അടുത്ത് ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഉറപ്പൊന്നും പറയാനൊന്നും പറ്റുന്നില്ല, സിനിമയാണ്. ഒന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ രക്ഷപ്പെട്ട് ഭയങ്കര ഒരു ഡയറക്ടറായിട്ടൊക്കെ പോകും, ചിലപ്പോൾ പാളാം. ഈ പാളാം എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ മൈൻഡ് വെച്ചോളാൻ പറഞ്ഞു. അല്ല ശരിക്കും അത് ആരാണ് ആദ്യം വീട്ടിൽ നിന്ന് ആദ്യം സപ്പോർട്ട് ചെയ്ത ഗ്രീഷ്മയുടെ ഡിസിഷനെ? അച്ഛനായിരിക്കും. അച്ഛനാണല്ലേ? പക്ഷെ അച്ഛനും അമ്മയും അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഭയങ്കരമായിട്ട് എതിര് നിൽക്കുന്ന ആളുകളൊന്നും അല്ല. അവർക്ക് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഒറ്റ മോളല്ലേ, അപ്പോൾ ഒറ്റ മോളെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ എന്താണ് ആൾക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമോ, ഒരുമിച്ചുള്ള ജീവിതം സുഖകരമായിരിക്കും എന്നുള്ളത് അവർക്കൊന്ന് മേക്ക് ഷുവർ ചെയ്യണ്ടേ. ഐ തിങ്ക് ദ ബിഗസ്റ്റ് ടേക്ക് കെയറിങ് ഹിയർ ഈസ് ഇമോഷണൽ ടേക്ക് കെയർ. അതായത് എനിക്ക് തോന്നുന്നു അത് ആൾക്കാർ ആലോചിക്കാറില്ല, പ്രൊവൈഡിങ് എന്ന രീതി മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പൊ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അവനെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മീൻസ് ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നിനക്ക് കുടുംബം നോക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ? അങ്ങനെയാണ് എൻ്റെ അമ്മ ചോദിച്ചത്. ആ ഉറപ്പ് നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടത്താം. അങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ ഉറപ്പ് ഉണ്ടല്ലോ. ഗ്രീഷ്മ നേരത്തെ എനിക്ക് തോന്നുന്ന ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ജോലി ഇല്ലെങ്കിൽ ഐ ടേക്ക് കെയർ ആൻഡ് ദാറ്റ്സ് വാട്ട് പാർട്ട്ണർഷിപ്പ്. ഞാൻ ഒരിക്കലും എൻ്റെ പാർട്ണർ എനിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റാണ് എനിക്ക്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അത് സാധിച്ചു കൊടുക്കാനും എനിക്ക് പറ്റണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അതാണ് എൻ്റെ ഒരു നേച്ചർ. എനിക്കതേ പറ്റുള്ളൂ. അല്ലാണ്ട് പാർട്ട്ണറിൻ്റെ ചിലവിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേണ്ടത് ഞാൻ സമ്പാദിക്കണം. ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാനും എനിക്ക് പറ്റണം. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആദ്യമൊക്കെ വന്ന പ്രപ്പോസൽ, എനിക്ക് വലിയൊരു ജോലിക്കാരൊക്കെ വരുമ്പോൾ എനിക്കത് മേ ബി ഒരു വേറെ പെൺകുട്ടികളൊക്കെ എനിക്ക് ഓക്കെ പറയുമായിരിക്കും, ഗവൺമെൻറ് ജോലിക്കാർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഞാൻ മിസ് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ്. ഞാൻ ആഗ്രഹിച്ച ലൈഫ് എനിക്ക് കിട്ടില്ല എന്നൊരു തോന്നൽ വരുമായിരുന്നു ആ സമയത്തൊക്കെ. ഇദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ച ലൈഫ് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ലക്ഷൂറിയസ് ലൈഫ് അല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ലൈഫാണ്. അതെ, ഞാൻ ഹാപ്പി ലൈഫാണ് ജീവിക്കുന്നത്. എനിവേസ് ഓൺ ദാറ്റ് നോട്ട് വിൽ ടേക്ക് എ സ്മോൾ ഗെയിം നൗ. ഓക്കെ ഓക്കെ ഓക്കെ. അക്കിക്കും എടുത്തോളൂ. 2 കാർഡ്സ് എടുക്കണം. 2 കാർഡ് എടുത്തോളൂ. നല്ലത് നോക്കി എടുക്കണേടാ. എന്താ ഇത്? ഓക്കെ, എടുത്തു നോക്കട്ടെ. ഗ്രീഷ്മ എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ് അല്ലേ? അതെ. ഇപ്പൊ തിരിച്ച് ജോലിക്ക് പോകണം തോന്നാറുണ്ടോ? ഇല്ലില്ല. അത് എനിക്ക് അതിന്റെ ഒരു പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഞാനത് വിട്ടതാണ്. അത് പ്രഷർ മാത്രമേ ഉള്ളൂ. പ്രഷർ അനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം അതിനില്ല. അതുകൊണ്ട് ഞാനത് വിട്ടതാണ്. യെസ്, start with the guy asking for troubles. Asking for trouble. What is? It's okay. Ananganda, it's all right. Ayyo. സമാധാനം. ഉറങ്ങി. അക്കിയുടെ മുഖത്തെ എക്സ്പ്രഷൻ എടുത്തോ ആവോ? എനിക്ക് ടെൻഷൻ. ഞാൻ ആദ്യമായിട്ടാണ് അക്കി ഒരാൾ ഇങ്ങനെ പേടിച്ചു. ഉണർന്നിരുന്ന പ്രശ്നമില്ല എനിക്ക്. അവൻ രണ്ടു ദിവസം എന്നോട് പറഞ്ഞു, ഇന്നലത്തെ മറ്റേ കരച്ചിലിന്റെ തലേന്ന് എനിക്കത് അന്ന് നൈറ്റ് ഫുള്ളുണ്ടായിരുന്നു എൻ്റെ തലയ്ക്കകത്ത്. ഞാൻ ഇങ്ങനെ ചിരിക്കുന്നോ? ചിരിക്കല്ല, കരയാനുള്ള അവന് അന്ന് എവർക്കത് യൂസ്ഡ് ആയിട്ട് എവളും പാനിക്കായിട്ടോ. പക്ഷെ നമ്മൾ ഈ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്കൊക്കെ എന്താ അറിയാന്നുള്ള, എവളിപ്പം വഴക്ക് കൂടുന്നു, നിർത്ത് എന്ന് പറയാൻ നിർത്തി. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴും നിർത്ത് എന്ന് പറയാൻ നിർത്തും.
ആര് പറയാനും ആര് കേൾക്കാനും. അത് മാത്രമല്ല, ഇവന്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ് ഇവന്റെ ഏറ്റവും ഒരു കംഫർട്ട് സോണുള്ള ആളുകള്. അപ്പൊ നമ്മൾ അവരെ വിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അതും പേടിയായി, ഇനി അവരെ കണ്ടാലേ ഇവൻ കരച്ചിൽ നിർത്തുള്ളൂ എന്നൊക്കെ എനിക്ക്. ഞാൻ ടെൻഷനായി. എനിക്ക് അന്ന് അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്കത് ഇപ്പോഴും ഉറപ്പായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ വിളിക്കുന്നത്. അത് മെയിനായിട്ട് എന്താ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ഇവൻ കരയുമ്പോൾ. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവനെ എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ, കുഞ്ഞുങ്ങൾ തന്നെ നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യും. പേടിപ്പിക്കുകയും ചെയ്യും. ഇവൻ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? ഇവൻ കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ഇപ്പം കറൻലി ചെയ്യാൻ പറ്റില്ല, ഫോർമുല കലക്കാൻ സമയമെടുക്കും. ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വയലൻ്റ് ആവും. ഓർക്ക് എൻ്റെ കരച്ചിലുള്ളതാ. ആണോ? സാരമില്ല. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. എന്തൊക്കെയാണ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി വെക്കുന്നത്? ഇപ്പോഴത്തെ സിറ്റുവേഷനിലല്ല, പഴയതാണെങ്കിലും. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി വെക്കുന്നത് വഴക്കടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി ആണോ, അതോ അത് സോൾവ് ചെയ്തിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ? അല്ല, അത് എനിക്ക് സോൾവ് ചെയ്യണം. അക്കി പറയും വേണ്ട അതിനെപ്പറ്റി സംസാരിക്കണ്ട, പക്ഷെ ഇല്ല സംസാരിച്ചിട്ട് പോയാൽ മതി. ഞാൻ അങ്ങനെയാണ്. എനിക്കത് ഒരു വഴക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പോയിന്റ്സ് ക്ലാരിഫൈ ചെയ്യണം. എനിക്ക് അങ്ങനെയാണ്. പക്ഷെ അക്കിക്ക് അത് അങ്ങനെയല്ല. അക്കിക്ക് അത് വേണ്ട സംസാരിക്കണ്ട എന്നുള്ളൊരു, ഞാൻ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ നോക്കും ചേച്ചി. ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. ആ കോൺവെർസേഷൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർന്നല്ലോ. പക്ഷേ ഇപ്പോൾ അത് ക്ലാരിറ്റി തരാനായിട്ട് വന്നിട്ടിരിക്കും. അത് 2-3 ദിവസം കൊടുക്കും, എന്നാലും എനിക്ക് ക്ലാരിറ്റി കിട്ടണം. ഞാൻ അങ്ങനെയാണ്, വിടൂല. ഓക്കെ, അടുത്തടുത്തോ. അഖില ആകെ ടെൻഷൻ പിടിച്ചിരിക്കുക കേട്ടാ. ഒരുപാട് നാൾ ആഗ്രഹിച്ച് കിട്ടിയത് ഇന്റർവ്യൂടെ ഞാൻ അങ്ങനെ ചിന്തിച്ചെടുത്തൊരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കരിയറിലോട്ടൊന്നും പോണ്ട. ഫിലിമിന്റെ തന്നെ ഗൾഫിലെ ജോലി. ആരാ നിങ്ങളൊക്കെ? ഓരോ എണീറ്റിട്ടില്ല. ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചിട്ട് സിനിമ ചെയ്യാന്ന് വിചാരിച്ചു. ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചിട്ട് സിനിമയിലോട്ട് തന്നെ ചെയ്യാം. ഡിഷ്മയ്ക്ക് ഒരിക്കലും തോന്നിയില്ലേ ഈ സ്റ്റേബിൾ അല്ലാത്ത ഒരു ഇൻകം സോഴ്സാണ് സിനിമ ഇൻഡസ്ട്രിയിൽ, അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലും ആ അൺസർട്ടനിറ്റി ഉണ്ടാവും? ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടുകാർ ഇപ്പം ഒക്കെ എൻ്റെ ലൈഫിൽ വന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രപ്പോസൽസും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എല്ലാം നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ. അതായത് അവർക്ക് ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു നേച്ചർ അങ്ങനെയല്ല. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ആളുടെ ഒപ്പം വളരാൻ പറ്റണം. അതായത് ആളും വളരണം, ഞാനും വളരണം. എല്ലാം സെറ്റിൽ ചെയ്ത ഒരാളുടെ കൂടെ ലൈഫ് ആക്ച്വലി ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് ഒരുമിച്ച് വളരാൻ പറ്റിയ ഒരാൾ എനിക്ക് വേണമായിരുന്നു. അപ്പൊ അക്കി ഫിലിം ഫീൽഡ് ആണ് എന്നുള്ളത് എനിക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഞാനത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്ന് ശ്വാസം വിടും അല്ലെങ്കിൽ ഒന്ന് അനങ്ങും. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഇവളുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടെ ഈ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിയാണോ? കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തൊരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് വളർന്നത് തന്നെ. അപ്പം അക്കി എന്നെ പല കാര്യങ്ങളും എന്നെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പല കാര്യങ്ങളാക്കി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്താണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഇപ്പം ഈ 2 സ്ഥലത്ത് നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് കല്യാണം കഴിച്ച് സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ആ ഒരു സംഭവം ഞങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നും വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന്
വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇപ്പം ഞങ്ങളുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു സ്പേസ് ഉണ്ട്. എൻ്റെ ഒരു ഫാമിലിയിൽ അക്കിക്കും സ്പേസ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ ഡിസിഷൻസ് എടുക്കുന്നതും ഒരുമിച്ചാണ്. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അതിന് തീരുമാനം എടുക്കുന്നത് ഒരുമിച്ചാണ്. ഞാൻ ആ ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സെറ്റിൽഡ് ഒന്നും അല്ല ഞങ്ങൾ. ഇപ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ലൈഫ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞ് വന്നതും ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നതും ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമല്ല ഞങ്ങൾ ഇവനെ ഞങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നത്. നമുക്ക് അങ്ങനെ വലിയ സേവിങ്സ് ഇല്ല ചേച്ചി. സേവിങ്സ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പറയാതെ നമ്മൾ കുറച്ച് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് അങ്ങോട്ട് പബ്ലിക് ആക്കിയിട്ടില്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കാം, ഒരാളെ സഹായിച്ചിട്ടൊക്കെ. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് ചാരിറ്റി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ, ചാരിറ്റി വർക്കുകൾ നമ്മുടെ ഫണ്ടിൽ നിന്ന്, നമ്മുടെ ഒരു ഫണ്ടിൽ നിന്ന് ഒരു 50% അടുപ്പിച്ച് ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. റിയലി ഗ്രീഷ്മ? ഇപ്പൊ ഏറ്റവും അധികം സേവിങ്സ് വേണ്ട സമയമല്ലേ? അത് മുമ്പേ കൊടുത്തിരുന്ന ചേച്ചി. അപ്പോൾ അക്കി ഫിലിം ഫീൽഡിൽ ആ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അക്കി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാനും കൂടെ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്. അവന് ഗ്രീഷ്മയോട് മാത്രമേ ഉള്ളേ. അവൻ ഏത് ആംഗിളിൽ കൊണ്ടിരുത്തിയാലും തിരിഞ്ഞ് ഗ്രീഷ്മയുടെ അടുത്തേക്ക് എത്തിക്കോളും. ഞാനാണ് അവൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇനി എന്താ നമുക്ക് കാണാം. ഇവന്റെ ഫസ്റ്റ് TV ഷോ ആണ് ഇത്. ഇവന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് പറയാം അല്ലേ? ഫസ്റ്റ് ടോക്ക് ഷോ ആണ് ഒഫീഷ്യലി. ഹലോ ഹായ് തരുകുട്ടാ. ഹായ്. ഇച്ചിരി ബിസി ആയി പോയി. ഇപ്പൊ ആള് നോക്കി ഇന്നത്തെ ഷോയ്ക്ക് വേണ്ടി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വന്നിട്ടുള്ള കേട്ടോ. ആലോചിച്ച് കൂട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിരിയൊക്കെ ഇരിക്കണോ? എന്തായാലും ഇരിക്കല്ല, എൻ്റെ ഇതാ എടുത്തോളൂ. അടുത്ത കാർഡ് എടുത്തോളൂ. താരുകുട്ടിന് വേണ്ടി ഒരു കാർഡ് എടുക്ക. താരുവിന് എന്താ പറയാനുള്ളത്? താരുവിന്റെ കാർഡാണേ. തിരിച്ച് താരുവിന്റെ കാർഡ് വായി. ഒളിപ്പിക്കുന്നേ. ത്രോ യുവർ സെൽഫ് ഫുള്ളി ഇൻ ടു ഇറ്റ്. അതെ, അമ്മയുടെ ഉറക്കം പൂർണ്ണമായിട്ടും അതാണ് താരുവിന്റെ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇതില് വൈ എല്ലാ കാര്യങ്ങൾക്കും വൈ ചോദിച്ച് അകത്തേക്ക് പോകുന്ന ആളാണോ? എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് വൈ കണ്ടുപിടിച്ച് അത് സൊല്യൂഷൻ വേണ്ട ആളാണോ? അതെ. പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനൊരു അതെന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. കാരണം അത് പിന്നെ സെയിം പ്രശ്നം തന്നെ പിന്നെ ഉണ്ടാവരുതല്ലോ. അക്കിക്ക് വലിയ പ്രാക്ടീസ് ഇല്ലാന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് ആകെ അറിയാന്നുള്ള ഇതായി. ഇതാവുമ്പോ പിന്നെ വലിയ ശല്യമില്ല, പിന്നെ ഇങ്ങനെ തട്ടാം. പാടാട്ടോ. ഇപ്പൊ അവൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവൻ പൂർണ്ണമായിട്ട് എവളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എവളുടെ കൈയിരുന്നാലേ കടിച്ചു നിർത്തത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലൊക്കെ എത്തി. ശരിക്കും ഒരു കുശുമ്പുള്ള മാതിരി, ചെറിയ കുശുമ്പുള്ള മാതിരി. എന്നെ നോക്കി ചിരിക്കും, ഇഷ്ടമല്ല. അതല്ല അവൻ ഇങ്ങനെ അവള് ഡാന്ന് വിളിക്കുമ്പോൾ അവൻ ചിരിക്കും, ഞാൻ വിളിക്കുമ്പോൾ ചിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്താണോ നിനക്ക് ചിരിച്ചായിരുന്നു ചോദിക്കാറുണ്ട്. ഫൈൻഡ് യുവർ ബാലൻസ്. ഞാനിപ്പോ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫിസിക്കൽ ബാലൻസ് എല്ലാം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി എനിക്ക് ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുക? എൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ബാക്ക് ടു എൻ്റെ ഒരു പഴയ സ്റ്റേറ്റിലോട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ലുക്ക് വൈസ് ഞാൻ അങ്ങനെ ഒരു മേക്കപ്പും അങ്ങനെ ഒന്നും ഇട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ശരീരം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ഓവർ വണ്ണത്തിലോട്ടൊന്നും പോവാതൊക്കെ ഞാൻ കൊണ്ടു നടന്നിരുന്ന ആളാണ്. പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പറഞ്ഞില്ലേ വർക്ക്ഔട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യണം? ഞാൻ ജിമ്മ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അഡ്മിഷൻ എടുത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം സ്ലീപ്പ് ശരിയാവുന്നില്ല. സ്ലീപ്പ് ശരിയാവുന്ന ഞാൻ പോയിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് അതാണ് ഞാൻ ഇനി നെക്സ്റ്റ് ഒന്ന് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. എൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ചെയ്യണം എന്നുണ്ട്. അഖിലിന്റെ നെക്സ്റ്റ് ഗോൾ എന്താ ഫോർ യുവർ സെൽഫ്? ഫിലിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
അത് കുറച്ച് സ്പീഡപ്പ് ആക്കണം. ഇവനൊന്ന് ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും അഖിൽ? അതാ ഇപ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് ഇനി അത് വൈകിക്കരുത്, ഉടനെ വേണം എന്നുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ചൂട് വന്നത് ഇപ്പോഴാണ്. ഞാൻ വളരെ ടൈം എടുത്ത് ആലോചിച്ചിട്ടൊക്കെ പതിയെ എഴുതുന്ന ആളാ. സ്പീഡ് കൂടിയോണ്ട് അതിന്റെ റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേതാണെങ്കിൽ ഞാൻ ചുമ്മാ കുറച്ച് എഴുതും, എന്നിട്ട് മാറിയിട്ട് പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്താ പ്രശ്നമോ? താങ്ക്സ് ലോട്ട് ഗ്രീഷ്മ. നിങ്ങള് പോട്ടെ പറഞ്ഞു നെറ്റ് കഴിയുമ്പോൾ കരച്ചിലുണ്ടാവും. പോട്ടെ. അപ്പൊ നമ്മുടെ ഷോ ഇവിടെ കട്ട് ചെയ്യാണ്. താരക്കുട്ടനെ എണീറ്റ് കഴിഞ്ഞു. ഒന്ന് തരുമോ എനിക്ക്? കൊടുക്കല്ലേ എന്നൊക്കെ. അവൻ കിടക്കയില്ല അല്ലേ? അവനെ കിടത്തി ശീലിച്ചിട്ടേ ഇല്ല അല്ലേ? ഇങ്ങനെ വെക്കല് ഇഷ്ടമല്ല, ഇങ്ങനെ വെച്ചാണ് ശീലം. നോക്കട്ടെ ആരാത്? കുറച്ചേരം ചേച്ചിയുടെ കയ്യിൽ ഇരിക്കട്ടെ. നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് വരാം.